നമസ്കാരം. കാട്ടാന ആക്രമണത്തിൽ നേര്യമംഗലത്ത് കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ച സംഭവത്തിൽ മാത്യു കുഴൽനാടൻ MLA-യും എറണാകുളം DCC പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തു എന്നുള്ളത് ഒരു വലിയ വാർത്തയായിരുന്നു രാഷ്ട്രീയ കേരളത്തിൽ. ആശുപത്രിയിൽ നിന്നും മൃതദേഹം കൊണ്ടുപോയതിനാണ് കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല, റോഡ് ഉപരോധിച്ചതിന് ഡീൻ കുര്യാക്കോസ് MP, ഷിബു തെക്കുംപുറം എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള കേസ് പോകുന്നതെങ്കിൽ BJP-യിലേക്ക് വരികയാണെങ്കിൽ മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ നടനും BJP നേതാവുമായ സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. IPC 354 സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നീ ലക്ഷ്യത്തോടെ ബലം പ്രയോഗിക്കൽ എന്ന വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പോലീസ് ആക്ടിലെ 119A വകുപ്പും ചുമത്തിയിട്ടുണ്ട്. അത് സുരേഷ് ഗോപിക്കെതിരെയുള്ള കേസിന്റെ ഒരു ബാക്കിയുള്ള നടപടി എന്ന് വിലയിരുത്താം. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ലൂർദ് മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിൽ എത്ര ചെമ്പുണ്ട് എന്നുള്ള വലിയ അന്വേഷണം സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം നമ്മൾ കേട്ട മറ്റൊരു വാർത്തയാണ് മോൺസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ K. സുധാകരനെ 2ാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ പ്രതിപക്ഷത്തുള്ള എല്ലാ കരുത്തരായ നേതാക്കൾക്കെതിരെയും ഈ വരും ദിവസങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി വരാനുള്ള ദിവസങ്ങളിലും അത് തന്നെ സംഭവിക്കുമെന്ന് നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള ആളുകളെ നേരത്തിൽ തടങ്കലിലിടുന്ന അല്ലെങ്കിൽ ജയിലിലാക്കുന്ന ഒരു നടപടി കൂടി കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന ആളുകൾക്കെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാക്കൾക്കെതിരെ ഇത്ര കണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. തീർച്ചയായും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്ക് അതിൽ വലിയ ആശങ്കയുണ്ട്. കഴിഞ്ഞ തവണ 2019 അവരുടെ പ്രകടനം രാജ്യം മുഴുവൻ ചർച്ചയാക്കപ്പെട്ടതാണ്. 20-ൽ 1 സീറ്റ് ആലപ്പുഴ മാത്രമേ അവർക്ക് നിലനിർത്താൻ സാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 2024 എത്തുമ്പോൾ ഇടതു മുന്നണിക്കുള്ള ആശങ്കകൾ വളരെ വലുതാണ്. നമുക്കറിയാം, നിലവിൽ ഇത്തരത്തിലുള്ള അറസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ജനവികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുക എന്നത് മാത്രമാണ്. ഈ ശമ്പള വിവാദം ഉൾപ്പെടെ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നതും അതിനുശേഷം ആ ശമ്പളം അക്കൗണ്ടുകളിൽ എത്തിയിട്ട് പോലും അത് പിൻവലിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ജീവനക്കാർ നേരിടേണ്ടി വരുന്നതും ഇതിനൊക്കെ ബദലായി AK ആന്റണിയുടെ കാലത്തും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള ക്യാപ്സൂളുകൾ വരുന്നുണ്ട്. പക്ഷേ ഇത്ര കണ്ട് വലിയൊരു പ്രതിസന്ധി കേരളം ഇതുവരെ നേരിട്ടിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ, പ്രത്യേകിച്ചും SFIക്കെതിരെ ഉയർന്നു വരുന്ന വിവാദ ആരോപണങ്ങൾ, അതിനെ ചെറുത്ത് മുന്നിൽ തന്നെ നിൽക്കുന്ന നേതാക്കൾ, ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പമാണ് മറ്റൊരു വശത്ത് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു, നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ഇതെല്ലാം ഭരണവിരുദ്ധ വികാരമായി മാറിയിട്ടുണ്ട് എന്നുള്ള ബോധ്യം ഇടതുപക്ഷ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തെ ഇപ്പോൾ അവർ തുറങ്കലിലടയ്ക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്നതും. എന്തായാലും വലിയ അഴിമതികളും അല്ലെങ്കിൽ ഭരണത്തിലെ പിടിപ്പുകേടും ഒന്നും ചർച്ചയാവാതെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞു കിട്ടണം എന്നുള്ള വലിയ ആഗ്രഹം ഇടതുപക്ഷ മുന്നണിക്കുണ്ട്. എല്ലാം ഒരു തെരുവ് യുദ്ധത്തിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് അവർക്ക് മുന്നിലുള്ള ഏക പോംവഴി. കാരണം തെരുവ് യുദ്ധത്തിലേക്ക് എത്തുകയാണെങ്കിൽ കുറച്ചധികം സാമർഥ്യമുള്ള ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ വിജയിക്കുമെന്നവർക്കറിയാം. അതുമാത്രം കേരളം ചർച്ച ചെയ്യുമെന്നും അറിയാം. നിലവിൽ എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രമുഖ നേതാക്കളെ എല്ലാം പൂട്ടാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംസ്ഥാനത്തുടനീളം സംഘർഷ സാധ്യതയുമുണ്ട്. ഓരോ പ്രശ്നങ്ങൾ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാം പേരിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ അണികൾ തെരുവിലിറങ്ങി യുദ്ധം ചെയ്യുന്നു. ഇതൊക്കെ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടിട്ടുള്ളതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം.